ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റ് നമ്മളെ കഥ നമ്മുടെ നന്ദന അങ്ങനെ എന്താ പറയുക, കോടതിയിലിങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞില്ലേ അവളെ രേണുവിനെ അറിയില്ല എന്ന് നീ പറഞ്ഞല്ലോ. ശരവണൻ അറിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് മസാജ് സെൻറ്ററിൽ നീ പോണ സമയത്ത് എന്താണ് അവളെ മുഖത്തേക്ക് കണ്ണു പൊത്തിയിട്ടാണോ നോക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശരവണനോട്. അപ്പോൾ നമ്മുടെ നയന പറയും, അത് കലക്കി ഇങ്ങനെ പറയും നവ്യയോട്, നന്നായുള്ളൂ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ അതിനൊന്നും അയാൾക്ക് ആൻസറില്ല. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് ഉത്തരം പറയടോ എന്ന്. അതിനൊന്നും ഇവ മിണ്ടുന്നേ ഇല്ല. അപ്പോൾ അവൾ നന്ദു പറയും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ പറഞ്ഞതൊക്കെ കാരണം വെറുതെ കയറി ആരും തല്ലിയിട്ടുമില്ല. ഞാൻ നിയമത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. കാരണം ആ നിയമത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് SI അവൻ തന്നെ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിന് ഒക്കെ ഇനി തെളിവുകൾ വേണമെങ്കിൽ ഇതിൻ്റെ CCTVയുടെ ക്ലിപ്പ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അതും കൂടെ കാണിക്കാം എന്ന് അറിയാണ് കേട്ടോ. ഇതിനൊക്കെ ഇനിയിപ്പോൾ ഒരു ഇത് വേണ്ട. ഇനിയിപ്പോൾ മറ്റേതൊക്കെ കെട്ടിച്ചമച്ചാണെന്ന് പറഞ്ഞാൽ തന്നെയും ഇതിൻ്റെ ഒറിജിനാലിറ്റി ഞാൻ വെറുതെ ആരും ഉപദ്രവിക്കാറില്ല, ആരും അടിക്കാറില്ല എന്നൊക്കെ അവൾ പറയണം. അതിനൊരു തെളിവാണല്ലോ എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ അതിവിടെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ മാരാർ വക്കീലിനെ നോക്കുക. അപ്പോൾ മാരാർ വക്കീലിൻ്റെ അടുത്ത് ഇത് കൊണ്ടേ കൊടുത്തത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ടല്ലോ, ചാനലിൽ വർക്ക് ചെയ്യണ ഗ്രേസിയുടെ മോള്. അവർ രണ്ടുപേരും കൂടെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ നിറയെ CCTVകളുണ്ട്. ആ CCTVയിൽ നിന്നാണ് അതിൻ്റെ ക്ലിപ്പ് അവരെടുത്തിട്ട് ഇവിടെ മാരാരെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അങ്കിളെ ഇത് കൊണ്ട് ഉപകാരം എന്തെങ്കിലും ഉണ്ടാവും, കാരണം ഇതാണ് എന്താ സത്യം, തെളിവ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. എങ്ങനെയല്ല പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണം. അവൾ എന്താണ് ഈ ഒരു നല്ലൊരു SI നല്ലൊരു പ്രൊഫഷനിൽ എത്തേണ്ട കുട്ടിയാണ് അവൾ. അങ്ങനെ ഇതായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും പറയരുത്. കാരണം ഞാൻ ഇത് എടുക്കാൻ പോയതും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെയും കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊരു വലിയ തെളിവായിട്ട് അങ്കിളിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും മാരാർ വക്കീൽ പറയും, ഞാൻ ഇതിനെ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, അപ്പോഴാണ് ദേവത് കൊണ്ടു തന്നത് അറിയും. അപ്പോൾ ചോദിക്കും, ഇത് ഞാനാണ് തന്നതെന്നോ ഒന്നും ആരും അറിയണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, കാരണം അതെന്തുകൊണ്ടാണ് തനിക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ സമയമായിട്ടില്ല, ഇങ്ങനെ പുറത്ത് വരാനുള്ള സമയമായിട്ടില്ല, പക്ഷേ അത് ആവും, അധികം വൈകാതെ തന്നെ ഞാനിതിന് പിന്നിൽ നിന്ന് പിന്നെ അവരറിഞ്ഞാൽ മതി, ഇപ്പോൾ അങ്കിൾ ഇത് കൊണ്ടേ കൊടുക്കും എന്നൊക്കെ പറയൂ കേട്ടോ. ആ കുട്ടി രക്ഷപ്പെടണം, അതാണ് എൻ്റെ എല്ലാവരുടെയും ആഗ്രഹം, അതാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ദേവയാനിയാണ് ഈ ഇത് കൊണ്ട് കൊടുക്കുന്നത്, പെൻഡ്രൈവ് മാരാരുടെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ മാരാരത് വേഗം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവിടെ കൊടുക്കുകയാണ്. അത് പ്ലേ ചെയ്ത് നമ്മുടെ ജഡ്ജി സാറ് കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതും പിന്നെ ഈ പെണ്ണ് നടന്നു പോണതും അതിൻ്റെ പിന്നാലെ ബൈക്കും കൊണ്ട് വരുന്നതും നമ്മളെ നന്ദുവിനെ കാണുമ്പോൾ അവൻ ഇറങ്ങി ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നന്ദു പ്രതികരിക്കുന്നതും ഒക്കെ ഇതിൽ ജീവിക്കുന്ന തെളിവുകളാണ്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ക്യാമറകളാണല്ലോ സാക്ഷികൾ. അപ്പോൾ അതൊക്കെ നമ്മളെ നന്ദു കോടതിയിൽ പറയുന്നുണ്ട്, നല്ല ഡയലോഗുകൾ പറയുന്നുണ്ട് നമ്മളെ നന്ദു കേട്ടോ. അപ്പോൾ ജഡ്ജിക്ക് ഏതാണ്ട് എല്ലാം ഫുൾ ബോധ്യായി. അപ്പോൾ പറയും, ഇത് ഇപ്പോൾ അവിടത്തേക്ക് അല്ല സാറിന് എൻ്റെ സത്യാവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് എന്നെ നിരുപാധികം വിട്ടയക്കണം എന്നൊക്കെ അങ്ങനെ ഇവൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ അത് മാത്രമല്ല ഈ കേസിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയവരെ നിയമത്തിൻ്റെ പുറത്ത് കൊണ്ടുവരികയും വേണം എന്നൊക്കെ പറയുകയാണ്. അതായത് മറനീക്കി ആരാണ് ഇതിലിരുന്ന് പിന്നിലിരുന്ന് കളിച്ചരിച്ച് അവരെ മറനീക്കി കൊണ്ടുവരികയും വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് മറ്റവൻ പോകാൻ നിൽക്കുക, ശരവണൻ, എടോ എങ്ങടാ പോകണം, അവിടെ നിൽക്കുക എന്ന് പറയും നമ്മുടെ ജഡ്ജി സാറ്. അപ്പോൾ എന്നിട്ട് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് വാദവും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ നന്ദു തിരിച്ച് ഇതിൽ തന്നെ കൂട്ടുകയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, SIനോടാണ് പറഞ്ഞത്, SIനോട് പറയാണ് ജഡ്ജി സാറ്, ആ ജയിലിനകത്തിരുന്നിട്ട് ഒരു പെൺകുട്ടിക്ക് ഇത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാമായിരുന്നെങ്കിൽ പുറത്ത് നിൽക്കണ താൻ ഇത്രയും ഒരു ഇതുള്ള ആൾ എന്തുകൊണ്ട് ഈ കേസിന് വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചില്ല, ഒരു ചോദ്യമാണ്. അപ്പോൾ എടുത്ത വഴിക്ക് നമ്മുടെ മാരാർ വക്കീൽ പറയും, അതിൻ്റെ പിന്നിലും ഒരു ഈ പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നു സർ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, നിങ്ങളെ ഇതിൽ അപ്പോൾ ഈ അതായത് ഈ അന്വേഷണ സംഘത്തിനെ മുഴുവൻ മാറ്റിയിട്ട്
പുതിയ അന്വേഷണ സംഘത്തിനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ നന്ദനയ്ക്ക് നീതി കിട്ടണം. അപ്പോൾ നന്ദനെ വെറുതെ വിടുകയാണ് കേട്ടോ. നന്ദനെ എല്ലാ ഇതും അനുകൂലമാണ്. നന്ദനയ്ക്ക് ഇതിൽ കേസിൽ പെടുത്തിയതാണ് എന്നുള്ളത് എല്ലാം തെളിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഈ കേസ് വേറെ ടീമിനെ ഏൽപ്പിക്കുകയാണ്. സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയ ടീമിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ കോടതിയിൽ നിന്ന് കേട്ടോ. കോടതിയിൽ ഉത്തരവാദമാണ്. പിന്നെ നന്ദനോട് പ്രത്യേകം പറയും, ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് വേണ്ടതും അത് തന്നെയാണ്. എന്ത് കണ്ടാലും പ്രതികരിക്കണം, അത് ഇനിയും കുറയ്ക്കരുത്, അങ്ങനെ തന്നെ പോകണം മുന്നോട്ട്. നല്ലൊരു പോലീസ് ഓഫീസറായി വന്ന് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുള്ള ഫുൾ സപ്പോർട്ടും നമ്മുടെ കോടതിയിൽ നിന്ന് നമ്മൾ നന്ദുവിന് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നന്ദുവിനെ വിട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും കേട്ടോ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ നന്ദു അങ്ങനെ കേസൊക്കെ ആകെ വിചാരിച്ച പോലെയല്ല, എല്ലാം മാറി മറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ നവ്യ നയനി പുറത്തിറങ്ങി നിൽക്കുമ്പോഴേക്കും വേണുവാണ് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ വരുന്നു. അതിൽ പറയും, കാണേണ്ട കാഴ്ച കാണാൻ പറ്റിയില്ല അല്ലേ എന്നിങ്ങനെ നവ്യ പറയുകയാണ്. ഞങ്ങളെ അനിയത്തീനെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുവന്നത് കാണാൻ പറ്റിയില്ല. അതൊന്നുമല്ല, ഞാൻ കേസ് എന്താവും പിന്നെ അറിയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്തായാലും എൻ്റെ മോള് ഇവിടെ തന്നെ SI ആയി ചാർജ് എടുക്കും. ആ ചാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ ബാക്കി എന്നൊക്കെ ഇങ്ങനെ എന്തായാലും നിങ്ങളെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഞാനാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തതെന്നാണല്ലോ അറിയും. അത് ആരായാലും പുറത്ത് വരും. അതിന് പുതിയ കമ്മീഷൻ ഇതുണ്ടാക്കിയിട്ടുണ്ടല്ലോ, പുതിയ ടീമിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മളെ SIക്കും എന്തായാലും കോടതി നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. SI ഒന്നും ചെയ്തിട്ടില്ല, അവളെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് അയാളും വിചാരിച്ചിരുന്നത്. അയാൾ അന്വേഷണ സംഘത്തിൽ നിന്നേ മാറ്റി പുതിയ ടീമിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണുവിനെ ഇട്ട് പൊരിക്കുമ്പോഴേക്കും നമ്മളുടെ നന്ദു അങ്ങോട്ട് വരികയാണ്. നന്ദു വന്നിട്ട് എന്തായാലും നന്ദനയുടെ നമ്മളുടെ 2 വീട്ടുകാരുടെ കാര്യം പോട്ടെ, വേണു അറിയേണ്ടതാണ്. മൂർത്തി സാറിനും അനന്തപുരിക്കാർക്ക് ഉള്ള നാണക്കേട് മാറിയല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ അടുത്ത വഴിക്ക് താൻ എന്താടോ വിചാരിച്ച് വെച്ചിട്ടാണ് സംസാരിക്കുക, അങ്ങനെ തന്നെ സംസാരിക്കുക, താൻ എന്താടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോടോ എന്ന് വിളിച്ചിട്ട് തന്നെയാണ് നന്ദു സംസാരിക്കുന്നത് കേട്ടോ. അതിൽ പെട്ടെന്ന് വേണുവിൻ്റെ മുഖം അങ്ങോട്ട് മാറും. അപ്പോൾ പറയും, അപ്പോൾ വേണുവിതൊക്കെ തക്കിട തരികടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം മുങ്ങും. കാരണം അവിടെ നിന്നാൽ ശരിയോ, കാരണം 3 പെൺപുലികളാണ് അവരുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോയതിൻ്റെ അയാൾ മെല്ലാണ്ട് പോരും. അപ്പോഴേക്കും കാണാൻ ശരവണനും മറ്റവളും കൂടി വരുന്നു. അപ്പോൾ പറയും, താണുണ്ടോ തനിക്കൊക്കെ. അപ്പോൾ എന്താണ് വെതർ ടച്ച് എന്നുള്ള ഒരു മസാജ് സെൻ്ററാണ്, അത് പൂട്ടിയപ്പോൾ അവൾ വേറെ കളിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക, നിങ്ങൾക്കൊന്നും നാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നന്ദു കുറേ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. ഞാനൊരാൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളും കണ്ടിട്ട് അത് വേണ്ടടുത്ത് ബോധിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ അതിൽ കേസ് പെട്ടണമെങ്കിൽ ഊരി വരാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് നോക്കുക. അപ്പോൾ എന്താണ് നോക്കുന്നത്, അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്ന് പറയുന്ന നവ്യ. അത് തനിക്ക് നാണുണ്ടോ, വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചൂടെ, ഇങ്ങനെ ആളെ പറ്റിച്ച് നടക്കാനെന്നൊക്കെ വെച്ചിട്ട് നല്ല മറുപടി പറയാം. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി എൻ്റെ മോൾ ഇവിടെ തന്നെ SI ആയി ചാർജ് എടുക്കട്ടെ, നിന്നെയൊക്കെ ഈ ജില്ല വിടേണ്ടി വരും നിനക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനയും 3 കൂടെ പിന്നെയും അവർ 2 ശരവണേനെയും രേണുവിനെയും ഇട്ട് പൊരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഇവർ 3 കൂടെ വാ ചേച്ചി പറഞ്ഞിട്ട് ഇവർ 3 കൂടെ അങ്ങോട്ട് പോവുക. പോണ സമയത്ത് പിന്നെ പറയും, അയാൾ നമ്മളെ ഇതിന് വിളിച്ച ആൾ പോയല്ലോ എന്നറിയും. ആര് കൊട്ടേഷൻ കൊടുത്ത ആളുണ്ടല്ലോ അയാൾ പോയല്ലോ എന്ന് പറയും. കാരണം ഇനി നിൽക്കണ്ട. അപ്പോൾ ശരവണൻ പറയുകയാണ്, അയാൾ പോട്ടെ, അയാളെ നമുക്ക് അല്ലെങ്കിലും പിടിക്കാം, നമ്മളെ ഈ കേസിന് കൊണ്ടുവരേണ്ടത് ഇനി അയാളെ കടമയാണ്, അയാളെ കൊണ്ട് നമുക്കത് ചെയ്യിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ 2 കൂടി മാറുക. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഗോവിന്ദനും പിന്നെ അതുപോലെ കനകയും കാത്തിരിക്കുകയാണ്. വരൂ ഗോവിന്ദേട്ട വല്ലതും കഴിക്കണ്ടേ, കുട്ടികൾ കാണാനല്ലോ വരും, മോള് വരുമോ, ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും കാറിൽ അവർ വന്ന് ഇറങ്ങുകയാണ്. കുട്ടികൾ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ നന്ദുവിനെയും കൂടി കാണുമ്പോൾ സന്തോഷമാവും. അവൾക്ക് നന്ദുട്ടാന്ന് പറഞ്ഞ് പോയി കനക കെട്ടിപ്പിടിക്കും കരയൊക്കെ ചെയ്യാണ്. അപ്പോൾ പറയും, ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു മോളെ, എന്തായാലും നമ്മളെ വക്കീലും എടുക്കാനാണ്. പറയും, വക്കീലും എടുക്കാൻ തന്നെ, പക്ഷേ ഇന്ന് കോടതിയിൽ വാദിച്ചത് നമ്മുടെ നന്ദു ആണെന്ന് അറിയും. അതിൽ കനക ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പറയും, നന്ദു. അപ്പോൾ അമ്മേ ഞങ്ങൾ പോലും ഞെട്ടി, കാരണം വക്കീൽ വേണ്ട, ഞാൻ തന്നെയാണ് എൻ്റെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ആകെ പേടിയായി.
പിന്നെ മറ്റേ വക്കീൽ, എതിർഭാഗം വക്കീൽ പറഞ്ഞു നിർത്തിയ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുപോകും, ഇവിടേക്ക് ഞങ്ങൾ മാത്രമേ വരികയുണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നന്ദുവിൻ്റെ പെർഫോമൻസ് കാണുന്നേ വേണമെന്നറിയാൻ. അപ്പോൾ അമ്മയും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ജയിലിൽ കൂടിയും കോടതി കൂടിയും കയറി ഇറങ്ങിയതില്ല. കുറേ സാക്ഷി പറയാനും പോയിട്ടുണ്ട്, കുറേ വക്കീലന്മാരെയും എനിക്കറിയാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ വക്കീലും വേണ്ടത്ര കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിന് വക്കീൽ ഇടയ്ക്ക് അവരുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നു, അയാളോടും ഇവർ പറയുന്നുണ്ട് കുട്ടികൾ, സാറിൻ്റെ ഫീസ് ഇത് ഫീസൊന്നും ഇല്ലടോ, ഫീസൊന്നും ഇല്ലാതെയാണ് ഞാൻ നിങ്ങൾക്ക് വാദിക്കാൻ വന്നത്. അതെന്താ സാറേ ചോദിക്കുക. അപ്പോൾ അറിയാം, എനിക്ക് ചില കേസുകളോട് പ്രത്യേക താല്പര്യമുണ്ട്, അപ്പോൾ ഞാനൊന്നും ഫീസൊന്നും വാങ്ങാറില്ല. ഇനി നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് വാദിച്ചോളാം. ഇങ്ങനെ വക്കീൽ പറയണുണ്ട് കേട്ടോ അവരോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരി നന്ദന, ഇങ്ങനെ എന്തായാലും വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ അയാൾ ഭയങ്കര സന്തോഷത്തിലായാൽ പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് കോടതിയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കേട്ടോ. ബാക്കി വീട്ടിലുള്ള സംഭവങ്ങളാണിത്. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് പറയും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കോടതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും വല്ല ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അവൾ നന്ദു പറയും, എനിക്ക് വിശന്നിട്ട് വയ്യമ്മ വല്ലതും തരുമോ അറിയാം. അപ്പോൾ പറയും, അമ്മ ഒന്നും ഉണ്ടാക്കില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാം, മാവല്ലേ ഇരിക്കുന്നത്, പെട്ടെന്ന് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളെ കനക അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ഒരു കഷ്ണം അപ്പവും ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് നന്ദുവിന് എൻ്റെ ചെറിയ മോൾക്ക് എന്നിട്ട് വായിൽ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കനകയും വായിലിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാരമില്ല, മോള് ഇനിയിപ്പോൾ അടുത്ത സെലക്ഷനെ പോകാൻ പറ്റുള്ളൂ, മറ്റേ SIയുടെ ക്യാമ്പിന് പോകാൻ പറ്റുള്ളൂ. അതുവരെ ഞങ്ങൾക്ക് മോളെ കാണാമല്ലോ, ഇനി പുറത്തൊന്നും പോകരുത്, ഇവിടെ ഞങ്ങളെ കൂടെ തന്നെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ പറയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു, മോൾ ഇനി ഇങ്ങോട്ട് വരാണ്ട കോടതിയിലെ ജയിലിലേക്ക് എങ്ങാനും പോവുമെന്ന് പേടിച്ചിട്ടായിരുന്നു വരാതിരുന്നത്. പക്ഷേ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് മിസ്സായ പോലെ ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ നയനൊക്കെ പറയുകയാണ്, എന്തായിരുന്നു അടിപൊളിയായിരുന്നു ഇന്നത്തെ നന്ദുവിൻ്റെ പ്രകടനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് അവിടെ രേവതി അനാമികയും കൂടി. അനാമിക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേണുവിൻ്റെ ഫോണിലേക്ക്, കാരണം വേണുവിന് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കാരണം മകളെ മുന്നിൽ ആളാവാന്ന് വിചാരിച്ചിരുന്നതാണ്, അതെന്തായാലും കൊളായി. അപ്പോൾ പറയും, മോള് വിഷമിക്കേണ്ട, അച്ഛൻ ഇങ്ങോട്ട് വരും, അച്ഛൻ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ വിട്ടാവും ഫോൺ എടുക്കാത്തത്, എന്നാലും ഫോണൊന്നും എടുത്തുകൂടെ, ഇതെന്താ ഒരു കഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ പറയും, നീ വിഷമിക്കാതിരിക്കുക, എന്തായാലും അവളെ ജയിലിലേക്ക് കൊണ്ടുവന്നതും കൂടെ കണ്ടിട്ട് പോരാൻ വേണ്ടിയിട്ടാവും അച്ഛൻ എന്നൊക്കെ പറയും. പക്ഷെ ഒന്നുണ്ട്, മോൾ ഇനി അവിടെ പോയിട്ട് അനന്തപുരി പോയിട്ട് അവളുമാരുടെ മുന്നിൽ സന്തോഷിക്കരുത് കേട്ടോ എന്നറിയും. എന്നാലും അവളുമാരെ കാണുമ്പോൾ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കുക എന്നൊക്കെ പറയുകയാണ്. കാരണം ബാക്കി വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, കാരണം വേണു സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ അമ്മയും മകളും കൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവളെ കൊണ്ടുപോയല്ലോ ജയിലിലേക്ക്, നന്നായി. അപ്പോൾ അവൾ അവിടെ കിടക്കട്ടെ, അവളുടെ SI ആവേണ്ട മോഹം പൊലിഞ്ഞില്ലേ, അങ്ങനെ തന്നെ വേണം, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും വേണു സ്ഥലത്ത് എത്തിയിട്ടില്ല, വേണുവിനെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ പറയും, എന്താ അവളുടെ അഹങ്കാരം, നവ്യ എന്ന് പറയുന്നുണ്ടല്ലോ, അവൾക്കൊക്കെ എന്താ അഹങ്കാരം എന്നറിയാം. അപ്പോൾ പറയും, മോളെ നീ നവ്യയോട് വല്ലാണ്ട് മുട്ടാൻ നിൽക്കണ്ട, കാരണം വല്യമ്മയ്ക്ക്, അതായത് ആദർശിൻ്റെ അമ്മ മരണത്തിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ ആ പാലിൽ വിഷം കലക്കിയത് നമ്മളാന്നുള്ള വിവരമൊക്കെ അവൾക്കറിയാം, എല്ലാ കള്ളക്കളികളും അവൾക്ക് അറിയാം നമ്മളുടെ. അതുകൊണ്ട് നീ അവളോട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയാണ്. എന്തായാലും സാറിന് എത്ര നേരം കാത്തിരുന്നില്ലേ, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, എനിക്കും സന്തോഷമായിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അമ്മയും മകളും കൂടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്നാലും എന്താ അമ്മ, അച്ഛന് ഫോണൊന്നും എടുത്താൽ അറിയുമ്പോൾ പറയും, നേരിട്ട് പറയും പോലെ വന്ന് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാവുന്നറിയാം, അച്ഛൻ വഴി പോയി തോന്നണു, ഇങ്ങോട്ടൊന്നും പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ പത്തരമാറ്റിൻ്റെ കഥ. അപ്പോൾ എന്തായാലും നല്ല നന്ദുവിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നമ്മളെ നന്ദു കേസൊക്കെ സ്വന്തമായിട്ട് വാദിച്ച് പുറത്ത് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ നന്ദു ക്യാമ്പിൽ പോകുന്നതാവും കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശത്രുക്കൾക്കൊക്കെ ഒരു അടിയാണ് നമ്മളെ നന്ദു തിരിച്ചു വന്നതിൽ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഇന്നത്തെ പത്രമാറ്റ് കാണണം. പിന്നെ അതുപോലെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ കണ്ട് നിങ്ങൾക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി, പിന്നെ നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുക, പിന്നെ ലൈക്കും തരിക. ഓക്കെ.
പിന്നെ അതുപോലെ ഞാൻ വേറെയും വീഡിയോസ് ഇന്നലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ മിസ് ചെയ്യേണ്ടത് കാണണം. ഒരു കൂട്ടുകാരൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. അവരുടെ നാട് ശരിക്കും കൊല്ലാണ്. കൊല്ലത്തേക്ക് അവരിവിടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ആ കുട്ടി തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ മോൻ തന്നെയാണ്, എൻ്റെ അനിയൻ്റെ മോനും പിന്നെ കുട്ടികളും എല്ലാവരും ഒരു 4-5 പേരാണ് ഒന്നിച്ചുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നതാണ്. അതിനുള്ള കാശ്, അതാണ് സങ്കടം. ആ കുട്ടികൾ പാട്ടയും അതും ഇതൊക്കെ കൊണ്ടുപോയി പെറുക്കി കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കി അവന് ഇഷ്ടപ്പെട്ട ഒരു കാറൊക്കെ വാങ്ങി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും കണ്ടു കഴിഞ്ഞാൽ. ഞാൻ തന്നെയാണ് ആ വീഡിയോ എടുത്തതും വിട്ടതൊക്കെ. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് കാണൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും പറയൂ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. കുട്ടികളായി അങ്ങനെ വേണം. ഇതിപ്പോൾ ഒന്നും മിണ്ടിയ രണ്ടേനെ തല്ലിക്കൊല്ലുന്നതല്ല. ഇപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ സന്തോഷത്തോടു കൂടി വളർന്ന് വരണം, അതാണ് വേണ്ടതും. അതിന് ഞങ്ങൾ വലിയവരും ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിൽ വഴക്കോ